നെഞ്ചിൽ കുടിയേർക്കും. ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് തെന്നിന്ത്യയുടെ സ്വന്തം ദളപതി വിജയ്. ഇത്തവണത്തെ പിറന്നാളിന് ഒരൽപ്പം മധുരം കൂടുതലാണ്, അതേസമയം മധുരം കുറവുമാണ് ആരാധകർക്ക്. രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ് ഈ മധുരക്കുറവിന്റെ പ്രധാന കാരണം. എല്ലാ വർഷവും വിജയ് ആരാധകർ വരാൻ പോകുന്ന റിലീസുകൾക്കൊപ്പമാണ് പിറന്നാൾ കെങ്കേമമാക്കാറുള്ളത്. ഇത്തവണ ആ പതിവ് തെറ്റില്ല. എന്നാൽ അടുത്ത വർഷം മുതൽ അങ്ങനെയല്ല. രാഷ്ട്രീയ പ്രവേശനത്തോടെ തന്റെ സിനിമാ ജീവിതത്തിന് താൽക്കാലിക ഇടവേള കൊടുക്കുകയാണ് നടൻ. ആ നിലയ്ക്ക് വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ടും മറ്റൊരു ചിത്രത്തിന് ശേഷവും കരിയർ താൽക്കാലികമായി നിർത്തിവെക്കും. ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് നടന്റെ പ്ലാൻ. പറഞ്ഞു വരുന്നത്, ഇത്തവണ പിറന്നാൾ ദിനത്തിൽ പുതിയ ചിത്രങ്ങൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും ദളപതിയുടെ വക ഒരു സർപ്രൈസ് ആരാധകർക്ക് പ്രതീക്ഷിക്കാം. അതെ, വിജയുടെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ പുതിയ പ്രഖ്യാപനമോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നമോ, അങ്ങനെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു സർപ്രൈസിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം വിജയ് തന്നെ ഓൾറെഡി തന്റെ 69ാമത്തെ സിനിമയ്ക്ക് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് 3 വർഷത്തെ ഇടവേള എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് എന്തായാലും ഒരു സിനിമാ പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സർപ്രൈസ് ഉറപ്പാണ്. അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലെ നടൻ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. തമിഴക വെട്രിക്കഴകം അഥവാ TVK എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് തമിഴകം വരവേറ്റത്. വിജയ് മക്കളേയക്കത്തെ ആരാധക സംഘടനയായി നിലനിർത്തിക്കൊണ്ട് തമിഴ്നാടിന്റെ പാരമ്പര്യത്തിന് അനുയോജ്യമായ പേര് മതിയെന്ന തീരുമാനത്തിലാണ് TVK എന്ന പേര് നൽകുന്നത്. കേരളത്തിലെയും കർണാടകയിലെയും വിജയുടെ ശക്തമായ ആരാധക വൃന്ദം കണക്കിലെടുത്ത് പാർട്ടി തമിഴ്നാടിന് പുറത്തേക്കും വ്യാപിപ്പിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ജാതി, മതം, ജെൻഡർ എന്നിവയുടെ പേരിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുക, ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുക, തുല്യ അവകാശങ്ങൾക്കായി പോരാടുക, ഇവയെല്ലാമാണ് പാർട്ടിയുടെ നയങ്ങൾ. TVKയിൽ 2 കോടി അംഗങ്ങളെ ചേർക്കുക എന്നതാണ് വിജയ് ആദ്യം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ജില്ലാ ബൂത്ത് തലങ്ങളിൽ താരത്തിന്റെ പാർട്ടി അംഗത്വ ക്യാമ്പയിൻ നടത്തുകയും മൊബൈൽ ആപ്പും പുറത്തിറക്കിയിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഈ ആപ്പ് വഴി 30 ലക്ഷത്തിലധികം ആളുകൾ മെമ്പർഷിപ്പ് എടുത്തിരുന്നതുൾപ്പെടെ വാർത്തയായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിനൊരുങ്ങുമ്പോൾ ദ്രാവിഡ മണ്ണിൽ ഇതിനു മുൻപ് ഭാഗ്യപരീക്ഷണം നടത്തി കളം പിടിക്കാതെ പോയ താരങ്ങളുടെ ഗതിയാകുമോ ദളപതിയെയും കാത്തിരിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ അങ്കത്തട്ടിലിറങ്ങുന്നത് വിജയാണെന്നതും വർഷങ്ങളായുള്ള തയ്യാറെടുപ്പുകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണ് രാഷ്ട്രീയ പ്രവേശനം എന്നതുമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ ആത്മവിശ്വാസം. എന്തായാലും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പിറന്നാളാണ് വരാൻ പോകുന്നത്. 50ാം പിറന്നാൾ ആരാധകർക്ക് അതിമധുരമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് മാത്രമല്ല, ഓരോ വിജയ് സിനിമയും തമിഴ്നാട്ടിൽ പൊങ്കലോ ദീപാവലിയോ പോലെയാണ്. അത്രമേൽ വലുതാണ് ആ ക്യാൻവാസും അതിലുള്ള മുതൽ മുടക്കും അതിന്മേലുള്ള ആരാധക പ്രതീക്ഷകളും. ഈ പറഞ്ഞ വിജയ് ബ്രാൻഡ് രാഷ്ട്രീയത്തിൽ എത്രമാത്രം തിളങ്ങുമെന്നതും അടുത്ത വർഷം നോക്കിക്കാണേണ്ടതുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.